നടൻ മമ്മൂട്ടിക്ക് മോഹൻലാലിന് നേരെ രൂക്ഷ വിമർശനം. ഉറ്റ സുഹൃത്ത് മരണപ്പെട്ട് ആ ചിത അടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ കാണിച്ച ഒരു പ്രവൃത്തിയാണ് ആളുകൾ കൂട്ടത്തോടെ വിമർശിക്കുന്നത്. ശ്രീനിവാസന്റെ സംസ്കാര ദിവസം തന്നെ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകളാണ് സൈബർ അടുത്ത ലോകത്ത് ഇരുവരും ആൾക്കൂട്ട വിചാരണ നേരിടാൻ ഇടയാക്കിയതും. മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ പേജിൽ വിഷഫ എന്ന ചിത്രത്തിന് ഒരു സോങ് റിലീസ് ആയതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റായിരുന്നു എത്തിയിരുന്നത്. ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചത്. ഈ പോസ്റ്റ് മോഹൻലാൽ തന്നെയാണ് ഷെയർ ചെയ്തത് എന്നാണ് ആരാധകരുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ മോശമായി പോയി എന്നും ആളുകൾ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അയാൾ പറഞ്ഞ കാര്യം ഇപ്പോൾ സത്യമാവുകയാണ്. ആ ബോഡി അയാളുടെ മാത്രമാണെന്ന് സത്യം. കച്ചവടം ഒരാളൊരു ചിത അവിടെ കത്തിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ വേണോ? പ്രിയ സുഹൃത്ത് മണ്ണിൽ ചേർന്ന ദിവസം തന്നെ ഇതൊക്കെ. മമ്മൂട്ടിയാകട്ടെ ഖാലിദ് റഹ്മാൻ സിനിമയുടെ ഒരു പോസ്റ്റായിരുന്നു പങ്കുവച്ചത്. ഇതിന് താഴെയും ആളുകൾ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി വേണ്ടായിരുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് നൽകുന്നത്. പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ശ്രീനിവാസന്റെ വേർപാടിൽ മലയാള സിനിമ മേഖല ദുഃഖിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അനൗൺസ്മെന്റ് പോസ്റ്റർ 2 ദിവസം കഴിഞ്ഞു മതിയായിരുന്നു എന്നാണ് അഭിപ്രായം എന്നാണ് ഒരാൾ ചോദിച്ചത്. ഷോ മസ്റ്റ് ഗോ ഓൺ. ജോക്കർ സിനിമയിലെ ആ ഡയലോഗാണ് ഈ നിമിഷം ഓർമ്മ വരുന്നത്. ഇതൊരു ജീവിതയാത്രയാണ്. വഴിയിൽ വീണു പോകുന്നവരും ഉടഞ്ഞു പോകുന്നവരും കണ്ടേക്കാം. ഒരു നിമിഷം മനസ്സ് പിടഞ്ഞേക്കാം. ബട്ട് നമുക്ക് യാത്ര തുടർന്നേ മതിയാകൂ. ബിക്കോസ് ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാട് വേഷങ്ങളുണ്ട്. സോ ഷോ മസ്റ്റ് ഗോ ഓൺ. നമുക്ക് യാത്ര തുടരാം. അവിടെ മമ്മൂട്ടി പോസ്റ്റ് ഇടുന്നു, ഇവിടെ മോഹൻലാൽ പോസ്റ്റ് ഇടുന്നു. അപ്പോൾ ഇവരുടെ സുഹൃത്തല്ലേ ശ്രീനിവാസൻ. കാപട്യം നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഇവർ നമുക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദി. മതി ലാലേട്ടാ, ഇനിയും നിങ്ങൾ ഇക്കയും കളം നിറഞ്ഞൊഴുകണം. നിങ്ങളെയൊക്കെ തൂക്കിയ തുലാസിൽ ഇനി കട്ടവായിട്ട് വായിക്കാൻ മാത്രം കേൾക്കാൻ എഴുത്തുകാരില്ല. കുറെ ജങ്ക് ഫിലിംസ് അല്ലാതെ എടുത്തു പറയാൻ ഒരു നല്ല ക്യാരക്ടർ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ചെക്ക് വെക്കാൻ വീഴ്ത്താൻ പാകത്തിന് എഴുത്തുകാരിൽ ഇനിയില്ല എന്നിങ്ങനെ പോകുന്നു ആളുകളുടെ പ്രതികരണങ്ങൾ.